ഇതാണ് ഞങ്ങളുടെ ഷിപ്പിൻ്റെ അക്കോമഡേഷൻ. ഇതിനകത്താണ് ഈ കപ്പലിലെ എല്ലാ ജീവനക്കാരും താമസിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് നാവിഗേഷൻ കൺട്രോൾ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ കപ്പൽ ഓടിക്കുക. ഏകദേശം ഒരു 10 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ അത്രയും ഹൈറ്റും വലുപ്പമൊക്കെ ഉള്ള ഈ ഒരു അക്കോമഡേഷൻ ഡെക്കിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മളെല്ലാ സീഫെയറേഴ്സിൻ്റെയും റൂമുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈബ്രറീസ്, റിക്രിയേഷൻ റൂംസ്, ഡൈനിങ്, അതായത് എല്ലാം, കിച്ചൺ, ഗാലി എല്ലാം ഇതിനകത്താണ് ഉള്ളത്. നമ്മൾ എ ഡെക്കിലാണ് ഇപ്പോൾ ഉള്ളത്. കപ്പലിൽ ഓരോ നിലകളും ഇങ്ങനെ ഡെക്കുകളായിട്ട് തിരിച്ചതാണ്. അപ്പോൾ ഓരോ ഡെക്കിലും നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അതിന് പുറത്തായിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാകും. ആ ഡെക്കിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എ ഡെക്കിലാണ്. ഈ ഷിപ്പിലെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിൻ്റെ ചാവി ക്യാപ്റ്റൻ്റെയും ചീഫ് മേറ്റിൻ്റെയും കയ്യിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം അതിനകത്ത് ഒരുപാട് മരുന്നുകളുണ്ട്, നർക്കോട്ടിക്സ് ഉണ്ട്, എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും ആരും മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം നമുക്കുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും, നമുക്കൊരു എമർജൻസി ഉണ്ടായിട്ട് ക്യാപ്റ്റനെയോ ചീഫ് മേറ്റിനെയോ വിളിക്കാൻ പറ്റാതെയോ കണ്ടുപിടിക്കാൻ പറ്റാതെയോ അവർ വരാൻ കാത്തിക്കാനുള്ള നേരം ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ചില്ല് കൂടിനകത്തുള്ള ഈ ചാവി ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹാമർ എടുക്കുക, ചില്ല് പൊട്ടിക്കുക, ചാവി എടുക്കുക, ഹോസ്പിറ്റൽ തുറന്നിട്ട് നമുക്ക് ഹോസ്പിറ്റൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് എമർജൻസി കേസിൽ മാത്രമേ പറ്റുള്ളൂ.